ഇല്ലടാ. എന്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. അത് പണ്ടത്തെ ഇല്ലടാ. ഓ അതിവിടെ ഉണ്ട്. പാട്ടൊക്കെ പാടി അങ്ങനെ സന്തോഷായിട്ട് നടക്കണം. ഒരു രക്ഷയില്ല. എന്നെ കൊന്നിട്ടേ പോവുള്ളൂ. അമ്മ എന്തേ? എന്ത് പണി? അത് ഇവിടെ നമ്മുടെ കുഞ്ഞു വെച്ചേ. അതെ ഞാൻ കൊടുക്കാം. ഭയങ്കര സന്തോഷത്തിലാ. അതെ അതെ കനകൻ. എന്നെ നാക്കു ചൊറിയണം. മര്യാദ സ്നേഹത്തോടെ സംസാരിച്ച തിരിച്ച് സംസാരിക്കാനൂടെ. നീ എന്നെ ഉപദേശിക്കണ്ട. ഓ പിന്നെ 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 ഓ മനുഷ്യന് ഒരു സ്ഥലത്ത് സ്വസ്ഥത തരല്ലോ കേട്ടോ. നിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വെച്ചത് പോടാം. നിനക്ക് എന്തിന്റെ കുഴപ്പടി? ചുമ്മാ ഇരിക്കണ അവന്റെ വായിരിക്കണ കേൾപ്പിക്കാൻ എന്തിനും വിളിച്ചല്ലേ തന്നത്? അവള് തീറി പറയണ ഒരു ലൈസൻസും ഇല്ലാതെ. അവനാണ് ടംഗ്ലീരെ വാങ്ങിച്ചോട് നാക്ക് ചൊറിയണമെങ്കിൽ. അവള് വിളിച്ചു ഞാൻ അല്ലേ? അവൻ എന്നെ ഉപദേശിക്കാൻ അവൻ ആരാടി? അയ്യോ ആരാന്നറിഞ്ഞില്ല. ഓ വലിയ അവൻ പറയണേൽ എന്താ തെറ്റ്? എന്താണ് ക്ലീറ്റോ? എന്ത് കാര്യം അന്വേഷിക്കണ്ട ഇവിടെ ക്ലീറ്റോ? ഞാനേ അവന്റെ ഇപ്പൊ ഒരു ശല്യം ചെയ്ത് ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കല്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ എപ്പോഴാ സ്വസ്ഥത കുറവ്? നിനക്കിവിടെ എന്താ കുറവ്? പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ട് തരികയാണല്ലോ. എന്നെങ്കിലും ആ മനുഷ്യന്റെ വായിരിക്കണ കേൾക്കാതെ നേരം എടുത്തിട്ടുണ്ട് ഇവിടെ. ആ പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ അതിനെ പറഞ്ഞു. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ല. ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല ക്ലീറ്റോ. ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾ നന്നാവെന്ന് വിചാരിച്ചു. ഇപ്പൊ പണ്ടത്തേക്കാണ് കഷ്ടായി. എന്താടി ഞാൻ ഇവിടെ ഇരിക്കണാണല്ലോ പ്രശ്നമല്ല. ഇനി എന്ത് അതും പറഞ്ഞിട്ട് അങ്ങോട്ട് തടി തപ്പാലോ. ഇനി എന്റെ വായിരിക്കണ കേൾക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അല്ല വായിരിക്കണല്ലോ. ഇപ്പൊ നിന്റെ വായിരിക്കണത് മാത്രമല്ല വല്ലവന്റെയും തെറിയും കൂടെ കേൾപ്പിക്കല്ലേ വിളിച്ച്. എന്തിനാ എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാൻ പോയത്? ഫോൺ തന്നെങ്കിൽ കണക്കായി കൊല്ലു ഞാൻ. ഒരാളടി മര്യാദക്ക് തിരുവനന്തപുരത്ത് നിന്നാ ഞാൻ. ഇങ്ങോട്ട് വരണില്ല 100 പ്രാവശ്യം പറഞ്ഞത്. അപ്പൊ അവക്ക് പാലായിൽ ഇവിടെ സാമ്രാജ്യം ഉണ്ട് അവിടെ. അന്ന് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ അവർക്ക് തിരുവനന്തപുരത്ത് പോകണം. അങ്ങനെ ഒരു സമാധാനവും തരാതെ കുറെ എണ്ണം ഒക്കെ ഇവിടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാന്ന് പറയാൻ വന്നതാ. കളിക്കണമെങ്കിൽ മര്യാദക്ക് കളിക്കണം. വഴക്ക് കൂടരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നല്ല അടി പഠിക്കാം കേട്ടാ. കഷ്ടമാണ് ഇവിടെ ജീവിക്കണത്. കുറെ എണ്ണം ആണുങ്ങളെ സ്വസ്ഥത കെടുത്താനായിട്ടാ കുറെ എണ്ണം ഇറങ്ങിയിട്ടുള്ള പെണ്ണുങ്ങൾ. ഞങ്ങളൊരു ചെറിയ പരിപാടി ഇവന്റെ നടരാന്റെ ഒരു പരിപാടി ഇറങ്ങിയത്. സത്യം പറഞ്ഞാലേ ഞാൻ ഇന്നലെയും കൂടെ വിചാരിച്ചേ തിരുവനന്തപുരത്തോട്ട് വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. ഇരിക്കും. അപ്പൊ അതിന് വേണ്ടി നിങ്ങളിങ്ങ് എത്തിയല്ലോ. എടാ എന്നാലും ഒരു വാക്ക് വിളിച്ച് പറയണ്ടേ? എന്റെ നമ്പർ ഉള്ളതല്ലേ കയ്യില്. തങ്ക വാങ്ങി വാ. ഇവിടെ ആരാ വന്നേക്കണ നോക്കിയാ വാ. അവിടെ ഞെട്ടു ഇപ്പൊ. ഇത് പിള്ളേർക്കുള്ള ഇതാണ് എന്റെ ഒരേ ഒരു പെങ്ങൾ. എടി ഇത് എന്റെ സുഹൃത്തുക്കളാ. നടരാജ്, ഇത് അൻസാറ്. ഞങ്ങളെ അവിടുത്തെ ചെറിയ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നടരാജു എന്തെങ്കിലും പോന്നേ? എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അറിയാം. വീട് കണ്ടുപിടിക്കാനാണോ പാട്? അല്ല നിന്റെ പോലീസ് അളിയനെ രാവിലെ സ്റ്റേഷൻ തുറക്കണ പോലെ അളിയനെ അതിന്റെ മെയിൻ ആളി താക്കോലൊക്കെ അളിയന്റെ മുഴുവൻ ചുമതലയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങോട്ടായിട്ട് വന്നാണോ അതോ വേറെ എന്തെങ്കിലും? വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാ. ചായ എടുക്കാൻ. നിങ്ങള് ഫുഡ് കഴിച്ചു. വെള്ളം മാത്രം മതി. കഴിച്ചില്ല അല്ലേ? ചായ എടുക്കാം. ചായ എടുത്താ ചുമ്മാ രക്ഷയില്ല കേട്ടാ.
അതെ ഞങ്ങൾ അതെ ഈ പാർട്ടി മീറ്റിങ്ങിന് പോയി മറ്റേ വട അടിച്ചടിച്ചടിച്ച് പാർട്ടി മീറ്റിംഗിന് പറഞ്ഞ എന്തിനാണ് ബിസ്ക്കറ്റും ചായ തിന്നുന്നത് അല്ലേ? പിന്നെ പാർട്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ പോണം? നമ്മളെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരി സമാധാനമുണ്ട്. ഇല്ല അളിയില്ലാത്തതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് അറിഞ്ഞു അതിനെ പറ്റി. കുഴപ്പമില്ല ഇവരൊക്കെ ഒന്ന് കേറി വരട്ടെ. എപ്പോഴും നമ്മളവിടെ നിന്ന് കഴിഞ്ഞാല് പറഞ്ഞ മാതിരി പിന്നെ അതുകൊണ്ട് എന്ത് വരവിന്റെ ഉദ്ദേശം? അളിയ അതെ ഇവന് ഈ പാലയിൽ ഒരുത്ത 25,000 രൂപ കൊടുക്കാണ്ട്. പാലായിൽ ആര് നിനക്ക് പൈസ തരാനുള്ള? ഗോപി ഏത് ഗോപി? മറ്റേ അലൂമിനിയം ഗോപി ഇല്ലേ? അത് പൂജപ്പുരയുള്ള ഗോപി. പിന്നെ പാലായിലുള്ള അല്ല. അവൻ എങ്ങനെ ഇവിടെ വന്നു? അവ അവിടുന്ന് മുങ്ങിയെന്ന്. അല്ല നിനക്ക് ആ പൈസ ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല കിട്ടിയില്ല. വർഷം കുറെ ആയില്ലേ? അല്ല ഒരിടയ്ക്ക് ഇവൻ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടെ ഒന്ന് വാങ്ങിച്ചിരുന്ന നടരാൻ പറയണേ. അത് വേണ്ട, അതിന് കളഞ്ഞൊക്കെ അത് ഇവ എഴുതിത്തള്ളിട്ടിരുന്ന കേസാണ് അളിയ. ഇനി ഇപ്പൊ ഓടിക്കൊണ്ടെങ്കിൽ വന്നതിന് അതിപ്പോ അവനൊരു ലോട്ടറി അടിച്ചായിട്ട് ഒരു വിവരം കിട്ടി. അവനൊരു കുറച്ച് പൈസ വന്നിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഇവിടെ ഉണ്ട്. എവിടെ? ഇവിടെ പറഞ്ഞെങ്ങാനത്ത്. എന്ത് പറഞ്ഞെങ്ങാനം? പറഞ്ഞെങ്ങാനം പറഞ്ഞെങ്ങാനോ അളിയ. നടരായ പാലക്കാട് കേക്കല്ലേ? ഭരണങ്ങാനത്തിന്റെ വിശേഷമൊക്കെ അറിയാമോ? എന്തിന്? അപ്പൊ ഭരണങ്ങാനത്ത് ഉണ്ട്. അല്ലല്ല അത് ഞാൻ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് അളിയ. എങ്ങനെ? ഞാൻ അത് അവിടെ നിന്ന് എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടാ വന്നേക്കുന്നത്. അല്ല നടരായ എങ്ങനെയാണ് വ്യവസ്ഥ? ഈ പൈസ അൻസാറ് വാങ്ങിച്ചെന്നാ നീ അവൻ എന്താ കൊടുക്കാന്ന് പറഞ്ഞു? അളിയ ഇപ്പൊ ഒരു 5,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരൂല്ലേ? തന്നേ പറ്റൂ. അപ്പൊ അളിയനും കൂടെ വരണമെന്ന്. ഞാനും പറഞ്ഞു. പിന്നെ അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ അതെങ്ങനെ ചെലവ് കൂടൂലേ അൻസാറേ? എങ്ങനെ ചെലവ് കൂടാ? അല്ല ഞാനും കൂടെ വന്ന് ഇനി അത് വാങ്ങാൻ വരണമെങ്കിൽ നടരാജ ഒരു 10,000 രൂപ മാറ്റി വയ്ക്കണം. അല്ല പിന്നെ ചുമ്മാ ഈ തുപ്ര കേസിനൊന്നും ഞാൻ വരൂല. അത് ഇവ എന്തെങ്കിലും സഹായിക്കുമെന്ന് നിനക്ക് തരുമോ? അങ്ങനെ എന്തെങ്കിലും സഹായിക്കണ്ട. നീ ആവശ്യമുള്ള ചോദ്യം എനിക്കിപ്പം പിന്നെ നിന്റെ ഔദാര്യമായിട്ടൊന്നും വേണ്ട. എനിക്ക് കടമായിട്ട് ഒരു 10 രൂപ നീ തന്നാ മതി. ഞാൻ റബ്ബർ സ്ലാട്ടറിന് ഇതെല്ലാം ചെയ്ത് വയ്ക്കുക. അത് അടുത്ത ആഴ്ച അവന്മാർ മുറിക്കാൻ വരും. അപ്പോഴേക്കും നിനക്ക് തിരിച്ചു തരാം. ബുദ്ധിമുട്ടുണ്ടോ? കൂട് ധൈര്യമായിട്ട് കൂട്. അവന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? അവൻ വലിയ സെറ്റപ്പിലാണ്. ഇവിടുത്തെ റബ്ബറിന്റെ ഇല വാരി വിറ്റ പൈസ കിട്ടും ലക്ഷങ്ങൾ. നീ കൂട് ധൈര്യമായിട്ട്. നീ നമ്മളെ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. പൂർണ്ണ മനസ്സോടെ തരാന്ന് തന്നെയല്ലേ? അപ്പൊ തന്നില്ലേ ഞാൻ തരുവല്ലയാ. നമ്മളല്ലേ പൈസ മേടിക്കുന്നത്. അപ്പൊ 25 രൂപ മേടിച്ച് തന്നു കഴിഞ്ഞാല് 5 രൂപ അൻസാറിനും 10 രൂപ ആയിരിക്കും. ബാക്കി 10 നിനക്കുള്ളൂ. 10 രൂപ നീ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. ഞാനേ ചായ എടുക്കാം. അപ്പൊ ആദ്യം പോട്ടോ. അതിന് പാലിപ്പില്ലേ? അതിനോട് മൂടി വെച്ചോ. നീ അതെടുത്തോ. ഈ സ്റ്റവ് ഒന്ന് കത്തിച്ചേക്കെ. അങ്ങോട്ട് എടുത്തോ. ഇതല്ലേ? ഇതല്ലേ? ചായപ്പൊടിയും ഇതൊക്കെ അപ്രതീക്ഷിതമായി അവര് വന്നത്. അല്ല അതാരാണ് ശരിക്കും? അയ്യോ അതവരങ്ങനെ ഇരിക്കണത് വിചാരിക്കരുത്. ഭയങ്കര വലിയ ടീമല്ലേ? ആണോ? പിന്നെ തിരുവനന്തപുരത്ത് ക്ലീറ്റോന്റെ പാർട്ടിയിൽ ക്ലീറ്റോ കഴിഞ്ഞാൽ പിന്നെ ഇവർക്കാ സ്ഥാനം. അയ്യോ അപ്പൊ ചായ മാത്രം കൊടുത്താൽ മതിയാ? അത് മതി, അത് കുഴപ്പമില്ല. പാലപ്പൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇപ്പൊ എന്താന്ന് വെച്ചാലേ ഇവരിപ്പോ ചായ കുടിക്കാനും ഇതിനൊന്നും വേണ്ടി വന്നതല്ല. അവിടെ എന്തോ പ്രധാനപ്പെട്ട സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട സംഗതി വരുമ്പോ അവിടെ ക്ലീറ്റോ ഇല്ലാതെ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അവരൊക്കെ ഇപ്പൊ നടരാജൻ എന്ന് പറഞ്ഞില്ലേ, ഇച്ചിരി പൊക്കമുള്ള ക്ഷീണിച്ചിരിക്കുന്നത്, ആ പുള്ളിക്കാരനാണ് ക്ലീറ്റോ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ നോക്കും. പക്ഷെ ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴത്തേനും പുള്ളിക്കാരന് ഒരു ടെൻഷനാ. ക്ലീറ്റോ ഇല്ലാതെ പറ്റില്ല. ചായ എടുത്തോണ്ടിരിക്കുവാ. ഒരെണ്ണത്തിൽ കുറച്ചിട്ടാ മതി. നടരാജന് ഷുഗർ ഉണ്ട്. ചെറിയ മധുരം മതി. അൻസാറിന് പിന്നെ മധുരം വേണ്ട, വിത്തോട്ടാ. വേറെ എന്തെങ്കിലും വേണോടാ? വേറെ എന്തെങ്കിലും വേണോ? അതെ ഇപ്പൊ ഒന്നും കൊടുക്കണ്ട. ഉച്ചക്ക് ഊണ് കൊടുക്കണം അവർക്ക്. അത് കാര്യമായിട്ട് കൊടുക്കണം നമുക്ക്. അതെ അതെ അതെ. ചായ ഒന്ന് നോക്കട്ടെ മാത്രമേ. ഒരു മിനിറ്റ്. എന്താ പറഞ്ഞത്? എന്താ നിങ്ങളിപ്പോ പറഞ്ഞതെന്ന്? ഉച്ചക്ക് ഊണ് കൊടുക്കണം അവർക്ക്. ആണോ? മര്യാദക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞു കേട്ടോ തിരുവനന്തപുരത്തോട്ട്. അതെന്ത് മര്യാദ കേടാണ്? എന്ത് മര്യാദ കേട്? എടി അവന്മാര് ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് എന്റെ അടുത്ത സുഹൃത്തുക്കൾ, അവർക്ക് പിന്നെ ഊണ് കൊടുക്കാതെ വിട്ടാ മോശമല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. തിരുവനന്തപുരത്ത് കിടന്ന് കളിക്കുന്ന കളിയൊന്നും അല്ല ഇവിടെ. ഇവിടെ പോലീസുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകം ഉണ്ടാവും. പിന്നെ പോലീസുകാർ അറിഞ്ഞാൽ നീ കൊണ്ടൊന്നും പറയാം. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ വിടണുള്ളൂ. ഭക്ഷണം എടുത്ത് കൊടുക്കും. ഭക്ഷണം എവിടെ നിന്ന് കൊടുക്കണം? ഇവിടെ സാമ്പാറും ചമ്മന്തിയും കൂടെ കൊടുത്താൽ അത് കൊടുത്താൽ പോലെ ഇച്ചിരി ബീഫ് അത് ഇതൊക്കെ മേടിക്കണം. നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരട്ടെ ക്ലീറ്റോ. ബഹളം വെക്കണ്ട. അതെ വരിക. അതെ
നീ അവളോട് പറഞ്ഞാൽ അവൾ അതെല്ലാം മേടിച്ചോളും. എവിടുന്ന് മേടിക്കും? അതൊക്കെ അവൾ മേടിച്ചോളും. ക്ലീറ്റോ, ഈ കാര്യത്തിൽ എന്നോട് പറയണ്ട, ഞാനിത് ചെയ്യൂല. നീ ഒരു കാര്യം മനസ്സിലാക്കാം, അവന്മാർ ഇവിടുത്തെ വീടും സെറ്റപ്പും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര സംഭവം വിചാരിച്ചു. അവരോട് പറഞ്ഞാൽ മതി, ഞാൻ അത്ര സംഭവം അല്ലടാ, നിങ്ങളിപ്പോ പോ, പിന്നെ വരാൻ പറഞ്ഞാൽ മതി. ചുമ്മാ ഇരിക്കുക. അതെ, നീ പൈസയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവക്ക് തിരിച്ചിപ്പോൾ കൊടുക്കാം, ഞങ്ങൾ വരുമ്പോൾ കൊടുക്കാം. അതെ, നടരാജന് ഇച്ചിരി കാശ് കിട്ടാണ്ട്, അത് മേടിക്കാനാണ് ഇവിടെ വന്നേക്കുന്നത്. അത് മേടിച്ചു കൊടുത്താൽ എനിക്കതിൽ നിന്ന് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാശ് വരാനുണ്ടെന്ന് പറയരുതെന്ന് നിങ്ങളോട് 10,000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലീറ്റോ ഇവിടെ വന്നതിന് ശേഷം എത്ര പ്രാവശ്യം അവരുടെ കയ്യിൽ പൈസ മേടിച്ചു? ഒരു പ്രാവശ്യം 100 രൂപ നിങ്ങൾ തിരിച്ചു കൊടുക്കും. അതെല്ലാം കൂടെ ഇന്നിപ്പോൾ കൊടുക്കാം. വേണ്ട, കൊടുക്കണ്ട. ഞാൻ ചോദിക്കൂല. ക്ലീറ്റോ ചോദിച്ചോ. എന്നെ പിടിച്ച് സത്യം ചെയ്യരുത്. അതെ, 10,000 രൂപ എനിക്ക് തരാൻ അത് കിട്ടും. 10,000 രൂപ കിട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ചോദിച്ചോന്ന് എന്നെ നിർബന്ധിക്കണം. വരിക ഇവിടെ മറ്റേ പാർട്ടിയുടെ എന്തോ. അതെ, ഞാനും കൂടെ ഇപ്പോ അത്യാവശ്യമായിട്ട് ഞാനൊന്ന് പുറത്തോട്ട് പോവും. ഞങ്ങൾ പോയിട്ട് വരാം. ക്ലാരേ, അവർക്ക് ഊണിന് വേണ്ട എന്താന്ന് വെച്ചാൽ നീ ഒന്ന് ചെയ്തോണേ. ഞാൻ ആക്കിയേക്കാടാ. നീ പൊക്കോ. വന്നിട്ട് കൊടുത്തോളാം. നീ അങ്ങോട്ട് ചെയ്താ